എന്തൊരു അമല് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ ഒരാളെ തൃപ്തിക്ക് വേണ്ടി അത് ചെയ്യാൻ പാടില്ല. വേറൊരാൾ നല്ലത് വിചാരിക്കട്ടെ, വേറൊരാൾക്കിനെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടാവട്ടെ, അയാളടുത്തൊരു പേരും പ്രശസ്തിയും ഉണ്ടാവട്ടെ, അങ്ങനെ ഒരു ചിന്ത, അതിന് റിയാ എന്നാ പറയുക. അള്ളാഹു കാക്കട്ടെ. എന്താണ് റിയാ? റിയാ ശിർക്കുൽ അസ്ഗറാണ്. റിയാ എന്നാൽ ത്വലബു മാ ഫിദ് ദുനിയാ ബിൽ ഇബാദ, ഒരു ഇബാദത്ത് കൊണ്ട് ദുനിയവിയായ വല്ല നേട്ടവും പ്രതീക്ഷിക്കലാണ്. ഒരു ഇബാദത്ത് കൊണ്ട് ദുനിയവിയായ എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചാൽ ആ ഇബാദത്തിന് എന്ത് പറയും? റിയാ. ആ പ്രവർത്തിക്ക് എന്ത് പറയും? റിയാ എന്ന് പറയും. ഒരുത്തന് കല്യാണമൊന്നും ശരിയാവണില്ല, നാട്ടിൽ വന്നിട്ട് പള്ളിക്ക് വരുത്തുണ്ടോ, നിസ്കാരം ഉണ്ടോന്നൊക്കെ അന്വേഷിക്കും. ഇവന് മനസ്സിലായി തൽക്കാലം ഒരു മാസം പള്ളിയിൽ നല്ലൊന്ന് പോയാൽ ഒരഭിപ്രായം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? സുബഹി അടക്കം പള്ളിയിൽ പോയിട്ടൊന്ന് നിസ്കരിക്കുക. എന്താ ഓന്റെ ലക്ഷ്യം? ഇതെന്തൊരു ഉറക്കാ മനുഷ്യന്മാരെ ഈ ചൂടത്ത്. എന്താണ് ഓന്റെ ലക്ഷ്യം? ഓന് പെണ്ണിട്ടണം. ഓനെ പെണ്ണിട്ടണം. അപ്പോൾ ഈ നിസ്കാരം എന്തിനു വേണ്ടിയായി? പെണ്ണിന് വേണ്ടിയായി. അതാണ് ത്വലബു മാ ഫിദ് ദുനിയാ ബിൽ ഇബാദ. ഇബാദത്ത് കൊണ്ട് ദുനിയവിയായ എന്തെങ്കിലും ഒരു നേട്ടം പ്രതീക്ഷിച്ചാൽ അതാണ് ശിർക്കുൽ അസ്ഗർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരാൾ പള്ളിയിലേക്ക് കൃത്യമായി റമളാനിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നാട്ടിൽ ചില മുതലാളിമാരുണ്ട്, ഒരു സക്കാത്തൊക്കെ നല്ല കൊടുക്കും, പക്ഷെ ആർക്കേ കൊടുക്കുള്ളൂ? അവരിങ്ങനെ പള്ളിയിൽ ജമാഅത്തിനൊക്കെ ആരാ വരുന്നത്, പള്ളിയിലുള്ള മജ്‌ലിസിലൊക്കെ ആരാ കൂടുന്നത്, ദീനുമായിട്ട് ബന്ധമുള്ളവരാരാ, ആരാ തറാവീഹിനൊക്കെ ഉള്ളത്, അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? സക്കാത്ത് കൊടുക്കുന്നുള്ളൂ. ഇവൻ ഇത് മനസ്സിലായി. ഓൻ്റെ കൂട്ടുകാരനൊക്കെ സക്കാത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ പള്ളിയിൽ പോകുന്ന ആളാണ്. കഴിഞ്ഞാൽ എനിക്ക് സക്കാത്ത് കിട്ടാത്തത് ഞാൻ പള്ളിയിൽ പോകാത്തത് കൊണ്ടാണ്. മാത്രമല്ല ആചാര് 20,000 30,000 ഒക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ആചാര്യമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ട്. ഇവൻ ആള് സക്കാത്തിന് അർഹനുമാണ്. പക്ഷെ ഇവന് കഴിഞ്ഞുള്ള സക്കാത്ത് കിട്ടിയില്ല. ഇവൻ്റെ കൂടെ ഉള്ളവന് സക്കാത്ത് കിട്ടിയിട്ടുണ്ട്. അവൻ പള്ളിയിൽ കൃത്യമായി പോയിരുന്നു. അപ്പോൾ തന്നെ അവൻ ഉറപ്പിച്ചു, അടുത്തുള്ള എന്തായാലും വേണ്ടിയില്ല, റമളാനിൽ സജീവമായിട്ട് പള്ളിയിൽ പോണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്താ ലക്ഷ്യം? അവൻ്റെ ലക്ഷ്യം ആചാര സക്കാത്താണ്. അത് 20 25 കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, വലിയ കിട്ടലാണല്ലോ. അപ്പോൾ ആചാര്യ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ആചാര്യുണ്ടാകുമ്പോൾ നിസ്കാരമൊക്കെ ഒന്നും കൂടി ഖുശൂ കൂട്ടും, സുജൂദിലൊക്കെ കുറേ നേരം കിടക്കും. അപ്പോൾ ഒരു പക്ഷേ ആചാര്യ സക്കാത്ത് കിട്ടിയിരിക്കും. പക്ഷെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ആചാര്യ സക്കാത്ത് ചിലപ്പോൾ കിട്ടിയിരിക്കും. പക്ഷെ ആചാര്യ സക്കാത്തേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിൽ നിന്ന് കിട്ടിയാൽ മതി. ഇനി ആർക്കെങ്കിലുമൊക്കെ നമുക്ക് വല്ലതും തരാൻ തോന്നണമെങ്കിൽ അതാര് തോന്നിക്കണം? അള്ളാഹു തോന്നിക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞാൽ മതി? അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ അവനുമായി ആക്കി തരട്ടെ. അള്ളാഹു ആ നിലയിൽ നമ്മളെ കബൂലാക്കട്ടെ. അല്ലെങ്കിൽ അതിന് മുഅ്മിനെ റിയാ എന്ന് പറയും. റിയാ എന്നാൽ അത് ശിർക്കുൽ അസ്ഗറാണ്. അതാണ് ത്വലബു മാ ഫിദ് ദുനിയാ ബിൽ ഇബാദ. ഇബാദത്ത് കൊണ്ട് ദുനിയവിയായ എന്ത് നേട്ടം പ്രതീക്ഷിച്ചാലും അത് ശിർക്കുൽ അസ്ഗറാണ്. ഒരു കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 സെന്റ് സ്ഥലം വിൽക്കാനുണ്ട്. പലരും വന്നു, പക്ഷേ കച്ചവടം നടക്കണില്ല. കാരണം ഒന്ന്, ആ സ്ഥലത്ത് വെള്ളം കിട്ടൂല എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിൽ പരിചയമൊന്നുമില്ലാത്തൊരു ടീം വന്നു. വെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടും, നല്ല റാഹത്തുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതങ്ങ് കേട്ടപ്പോൾ മൂപ്പര് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനിയൊരു വർത്താനത്തിന് ഞാനില്ല, ഇനി ജമാഅത്ത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. നിങ്ങളും വരിയെന്ന് പറഞ്ഞു. വേഗം പള്ളിയിൽ പോയി ജമാഅത്തൊക്കെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. അപ്പം ഈ വാങ്ങാൻ വന്നോലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്രത്തോളം വാങ്ങും അള്ളാഹും അള്ളാഹിനെ പേടിയുള്ള ഒരാൾ ഇപ്പം എന്തായാലും നോണ പറയൂലല്ലോ.
അയാൾ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും വെള്ളം ഉണ്ടാവും. കാരണം അല്ലാഹു അക്ബർ പറഞ്ഞ് ആ ലെഫ്റ്റ് തന്നെ തീരാൻ നേരമില്ല, അല്ലാഹു അക്ബർ പറഞ്ഞ് തീർക്കാൻ നേരമില്ല. അപ്പോഴത്തേക്ക് ഈ കച്ചവടം പറയുന്നതിൻ്റെ ഇടയിൽ മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുന്നേറ്റു. എങ്ങോട്ട് പോകാൻ? പള്ളിക്ക് പോവാൻ. സംഗതി അയാളെ ലക്ഷ്യം അതന്നായിരുന്നു. തന്നെക്കുറിച്ച് ഇങ്ങനൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ആ നിലക്ക് പള്ളിക്ക് പോകണം. അപ്പോൾ ഒരു ജമാഅത്തോണ്ട് മൂപ്പർക്ക് കിട്ടിയത് ആയിരങ്ങളാണ്, വലിയ ലാഭമാണ്. പിന്നെ കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ഞാൻ പറയുന്നത് എന്ത് കാര്യത്തിലാണെങ്കിലും നീയത്തും താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഉണ്ടാവും. അള്ളാഹു നമ്മളെ നീയത്ത് നന്നാക്കി തരട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ ആമീൻ പറയും. അള്ളാഹു നമ്മൾ നീയത്ത് നന്നാക്കി തരട്ടെ. നീയത്ത് മോശായാൽ കഴിഞ്ഞു കഥ. നമുക്ക് സ്ഥാനവും മാനവും പരിഗണനയും ആരടുത്ത് കിട്ടണം? അള്ളാഹുവിന്റെ അടുത്ത് കിട്ടണം. അതാണ് ശിർക്കുൽ അസ്ഗർ എന്നാൽ ഒന്നിരിക്കെ ത്വലബു മാ ഫിദ് ദുനിയാ ബിൽ ഇബാദ, ഒരു ഇബാദത്ത് കൊണ്ട് ദുന്യവിയായ ഒരു നേട്ടം കരുതുക. അല്ലെങ്കിലോ ത്വലബുൽ മൻസിലതി ഫീ ഖുലൂബിന്നാസ്, ആളുകളുടെ ഹൃദയത്തിൽ ഒരു മതിപ്പുണ്ടാകണമെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും നാലാൾ അറിയണം. ആ ഒരു പേര്, പ്രശസ്തി അള്ളാഹു കാക്കട്ടെ. മൂപ്പര് കുടുംബത്തിലും മൂപ്പർക്ക് വേണ്ടപ്പെട്ടവരിലൊക്കെ ഞെരുങ്ങി കഴിയുന്ന ആളുകളുണ്ട്. 10 ഉറുപ്യ പോലും കൊടുക്കൂല. പക്ഷെ ഒരു പരിപാടിയൊക്കെ വെച്ച് മൈക്കിൽ ഇങ്ങനെ 2 വട്ടം ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നാലിന്ന ആചാര്യ ഇന്നാലിന്ന സംവിധാനത്തിലേക്ക് ഇതാ ഇത്ര കൊടുത്തിരിക്കുന്നു, അദ്ദേഹം കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അങ്ങനെ 4 മദ്ഹൊക്കെ കണ്ട് പറഞ്ഞ പേരിങ്ങട്ട് വായിക്കുകയാണെങ്കിൽ 50,000 ലക്ഷം 2 ലക്ഷം ഒന്നും മൂപ്പർക്ക് വിഷയമല്ല. 500 ഉറുപ്യ കുടുങ്ങിയ ഒരാൾക്ക് രഹസ്യമായിട്ട് കൊടുക്കാൻ മൂപ്പര് തയ്യാറാവില്ല. അപ്പോൾ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം കിട്ടണം, പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം. ഇതാണ് ആഗ്രഹമെങ്കിൽ കഴിഞ്ഞു കഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. ഇത് ചെറിയ സംഗതിയല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? ഇന്ന അഖ്വഫ മാ ഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ശിർക്കുൽ അസ്ഗറാണ്. ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബിംബത്തെ ആരാധിക്കുക, സൂര്യനെ ആരാധിക്കുക, അങ്ങനെ മറ്റുള്ള ദൈവങ്ങൾ എന്ന സങ്കല്പത്തോടുകൂടെ മറ്റുള്ള വസ്തുക്കൾക്ക് ആരാധന അർപ്പിക്കുന്നതിനാണ് എന്ത് പറയാ? ഷിർക്കുൽ അക്ബർ എന്ന് പറയാ. അത് വലിയ തെറ്റാണ്. എന്നാൽ അതല്ല, അതിനേക്കാൾ എൻ്റെ പേടി നിങ്ങളുടെ കാര്യത്തിൽ ഷിർക്കുൽ അസ്ഗറാൻ. ഖാലൂ, സഹാബികൾ ചോദിച്ചു, വമാ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, എന്താണ് ഈ ശിർക്കുൽ അസ്ഗർ നബിയേ? ഖാല അർരിയാ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് റിയാ ആണ്, ലോകമാന്യമാണ്. ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യലാണ്. അങ്ങനെ ചെയ്താലൊരു വിഷയം എന്താണെന്നറിയോ? നാളെ മഹ്ശറയിൽ നിങ്ങൾ നിർവഹിച്ച നിസ്കാരത്തിന്റെ കൂലി വാങ്ങാൻ അള്ളാന്റെ അടുത്ത് നിങ്ങൾ പോകുമ്പോഴേ യഖൂലുല്ലാഹു അസ്സ വജല്ല, റബ്ബ് പറയുന്നതാണ്, ഇദാ ജദന്നാസ ബിഅമാലിഹിം ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാആ. നിങ്ങളാ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല ഭക്തിയിൽ നിസ്കരിച്ചില്ലേ, സുജൂദിൽ ദിക്റിന്റെ എണ്ണം കൂട്ടിയില്ലേ, എന്തൊരു ഭയഭക്തിയായിരുന്നു. അതാളുകൾക്കിടയിൽ വെച്ച് നിങ്ങൾ ചെയ്തപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവര് നല്ലത് വിചാരിക്കണം, അവർക്കിടയിൽ മതിപ്പുണ്ടാവണം എന്നാ നിങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് കൂലി അവരോട് പോയി വാങ്ങിക്കോളൂ. ഞാൻ കാണാനും ഇന്നെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾ ചെയ്തിട്ടില്ല. ദാനധർമ്മങ്ങൾ നൽകിയിരുന്നു ആളുകളെ കാണിച്ചുകൊണ്ട്. അവൻ നന്നായി കൊടുക്കുന്നവനാണെന്ന ഒരു ചിന്തയും പേരും ആളുകൾക്കിടയിൽ ഉണ്ടാകണമെന്ന താല്പര്യം നിങ്ങളിലുണ്ടായി. ആരെ കാണിക്കാനാണോ നിങ്ങൾ കൊടുത്തത് അങ്ങോട്ട് പോകണം.
അവരോടാണ് ഇതിന് പ്രതിഫലം വാങ്ങേണ്ടത്. ഞാൻ കാണാനോ എന്നെ കാണിക്കാനോ എന്നെ തൃപ്തിപ്പെടുത്താനോ നിങ്ങൾ കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് കൂലിക്ക് എന്നെ സമീപിക്കേണ്ടതില്ലെന്ന് കാരുണ്യക്കടലായ റബ്ബ് മഹ്ശറയിൽ വെച്ച് പറയുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടി തോന്നുകയാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. അങ്ങനെയൊക്കെ എന്തൊരു അമല് ചെയ്യുമ്പോഴും ആളെ കാണിക്കാനും ആളുകൾക്കിടയിൽ ആളാവാനും ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടിയാണ്. പടച്ചോൻ ഭാഗത്തുനിന്ന് വലിയ കൂലി കിട്ടുന്നൊരു സംഗതിയാണ്. നീയത്തൊന്നു മാറി. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് മകൻ്റെ കല്യാണം, മകളുടെ കല്യാണം, അതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. നീയത്ത് നന്നാക്കിയാൽ എത്രയോ വലിയ പ്രതിഫലം പടച്ച റബ്ബിൻ്റെ അടുക്കൽ കിട്ടുന്ന ഒരു മഹത്തായ കർമ്മമാണത്. പക്ഷെ നീയത്ത് എന്താണെന്നറിയോ? നാട്ടിൽ ഇതുപോലൊരു കല്യാണം മുമ്പുണ്ടായിട്ടില്ല, ആ നിലക്കാവണം നമ്മളെ കല്യാണം. അതൊരു പ്രൗഢമായ പരിപാടിയാവണം. നാട്ടുകാരുടെ ഇടയിലൊക്കെ പെരുങ്കല്യാണം എന്നുള്ളൊരു പേര് ഉണ്ടാവണം. അങ്ങനെ ഒന്ന് നീയത്ത് മാറിപ്പോയാൽ അല്ലാഹു കാക്കട്ടെ, കൂലിക്ക് പകരം ശിക്ഷയായി. കൂലി കിട്ടൂല എന്ന് മാത്രല്ല, അങ്ങനെയാണെങ്കിൽ ആ കൂലി കണ്ടു പോട്ടെന്ന് വിചാരിച്ചാൽ മതി. അതിന് അള്ളാഹിന്റെ അടുക്കൽ കുറ്റം കിട്ടുമെന്നതാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. അള്ളാഹു കാക്കട്ടെ. എല്ലാം അങ്ങനെയാണ്. വീട്ടിലിടക്കിടക്ക് പരിപാടികളൊക്കെ ഉണ്ടാക്കും, ആളുകളൊക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷെ ഒരു നീയത്ത് ഇങ്ങനെ ഉണ്ട്, ഇവര് വളരെ ഉഷാറാണ്, പരിപാടികളൊക്കെ ഇടക്കിടക്ക് നടത്തി ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ടീമാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ മൗലൂദ് നടത്തും, സഹാബുൽ ബദറിന്റെ പേരിൽ ബദർ മൗലൂദ് നടത്തും, അത്തീബുകളും പരിപാടികളും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും സൽക്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നീയത്ത് മാറിപ്പോയാൽ പ്രശ്നാണ്. അതുണ്ടാകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അതാണ് إلا ليعبدوا الله مخلصين له الدين. ഇഖ്ലാസോടുകൂടെ ഇബാദത്തിനാണ് റബ്ബിന്റെ കൽപ്പന. നീ തൗഫീഖ് നൽകണമേ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വരുന്ന ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും.